വേൾഡിന്റെ പല ഭാഗത്തുള്ള തെറപ്പിസ്റ്റുകളെ കോച്ചുകളെ കേരളത്തിൽ മാത്രമല്ല അല്ല, വർഷങ്ങളായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഠാ ഇല്ലാത്ത ഠാ വന്നു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ സീരിയസ് ആയിട്ട് ICF ലെവൽ 2 സർട്ടിഫൈഡ് കോച്ചാണ്. നമ്മളിങ്ങനെ ഫോൺ തോണ്ടിക്കൊണ്ടാണ് കുട്ടീനോട് വേണമെടുത്ത് മാറ്റി വെക്കടാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ഒപ്പം അബ്രപാടുകളിലൂടെയും എഴുത്തുകാരിയായും ഒരു കൗൺസിലറായിട്ടും ഒക്കെ നമുക്കറിയാവുന്ന അശ്വതി ശ്രീകാന്താണ് ഇന്ന് നമ്മളോടൊപ്പം. അശ്വതി ആദ്യമായിട്ടാണ് UK ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വരുന്നത്. അശ്വതിയുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. താങ്ക് യു അശ്വതി. UK എത്തിയിട്ട് ആദ്യത്തെ ഷോ ആണ്. UK ആദ്യമായിട്ടാണ് പരിപാടി അവതരിപ്പിക്കുന്നത് അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ക്രൗഡ് ഓരോ തരത്തിലായിരിക്കുമല്ലോ റെസ്പോണ്ട് ചെയ്യാം. ഇവിടെ ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ക്രൗഡായിരുന്നു. അപ്പൊ നമുക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കിപ്പോൾ സ്റ്റേജിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴോ എന്തെങ്കിലും പെർഫോം ചെയ്യുമ്പോഴോ നമുക്ക് എപ്പോഴും അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്രൗഡ് ആണെങ്കിലാണ് നമുക്കിപ്പോ നാട്ടിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്താണ് നിൽക്കണം എന്നുള്ളൊരു ഫീല് ഉണ്ടാവില്ല. അതായത് കൈ കെട്ടിയിരുന്ന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ക്രൗഡല്ല, നമ്മുടെ കൂടെ എൻജോയ് ചെയ്യുന്ന ഒരു ക്രൗഡായിട്ട് ഫീൽ ചെയ്തു. അത് ഭയങ്കര സന്തോഷം. ആസ് എൻ ആർട്ടിസ്റ്റ് ഭയങ്കര സന്തോഷം. നാട്ടിൽ പ്രോഗ്രാം ചെയ്യുന്നതാണോ ഇവിടെ ചെയ്യുന്നതാണോ കൂടുതൽ നമുക്ക് ആ ഫീൽ ഉണ്ടാവും? ഞാനും ഇങ്ങനെ ചെയ്യുന്ന ഒരാളായോട് ചോദിക്കണം. എനിക്ക് തോന്നുന്നു ഡിപ്പെൻസ്, പ്രോഗ്രാമിന്റെ നേച്ചറിനെ ആശ്രയിച്ചിരിക്കും. നാട്ടിലൊന്നും ഇവിടെ നിന്നോ അങ്ങനെ പറയാൻ പറ്റില്ല. ഇന്നിപ്പം നമ്മൾ ഇന്നലെ വേറൊരു സ്ഥലത്ത് പ്രോഗ്രാം ചെയ്ത് ഇന്നിപ്പം വേറൊരു സ്ഥലത്താണുള്ളത്. അപ്പൊ ഇത് തമ്മിൽ തന്നെ നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പം പ്രോഗ്രാം മൊത്തത്തിലുള്ള ഒരു എല്ലാം കൂടെ ചേർന്നിട്ടാണല്ലോ, അപ്പം അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഈ പുതിയ ഒരു കൗൺസിലിങ്ങും അല്ലെങ്കിൽ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞില്ല, കോച്ചിങ് ആണ്. അതായത് ഈ നമ്മുടെ ഗുഡ് പാരന്റിങ്ങിനെ കുറിച്ചും അതുപോലെ ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മാനുഷിക ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് ഉലച്ചിലുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കും വളരെ കൃത്യമായ രീതിയിൽ അതിൽ ഇൻവോൾവ് ആകുന്ന ആളുകൾക്കൊരു കോച്ചിങ് കൊടുക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാരൻസിനും കുട്ടികൾക്കും ഒക്കെ ആ ഒരു കോച്ചിങ് കൊടുക്കണം. എങ്ങനെയാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷനെ നമ്മൾ കവർ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അശ്വതി. പക്ഷെ അത് എങ്ങനെയാണ് അതിലേക്ക് അശ്വതി എത്തിച്ചേരുന്നത്? സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് ഷോകൾ ചെയ്യുന്നതും സിനിമയിലും അല്ലെങ്കിൽ ബുക്ക് എഴുതുന്ന ഒരാളായിട്ടും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിലേക്കുള്ളൊരു ടേണിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു അശ്വതി? അതൊരു ടേണിംഗ് പോയിന്റ് എന്നല്ല, എനിക്ക് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ എല്ലാം ചെയ്യുന്ന കൂട്ടത്തിലും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് ഒരു സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഗ്രാജുവലി വന്നതാണ്, അങ്ങനെയാണ് സർട്ടിഫൈഡ് ആയതും. ഞാൻ ICF ലെവൽ 2 സർട്ടിഫൈഡ് കോച്ചാണ്. അപ്പൊ എനിക്ക് നാട്ടിലൊരു മെന്റൽ വെൽനസ് ഫേം ഉണ്ട്. ബിക്കമിംഗ് എന്നാണ് നമ്മുടെ സെന്ററിന്റെ പേര്. ആൾക്കാർ വരുന്ന എല്ലാം ഉണ്ട്. വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് പ്രോഗ്രാം കോച്ചിങ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ചെയ്തു കൊടുക്കുക. നമുക്ക് ഉള്ളത് അവിടെ ഒരു കൊച്ചിയിൽ നമുക്കൊരു ഓഫീസുണ്ട്, അവിടെ ഒരു ടീമുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ വേൾഡിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വേൾഡിന്റെ പല ഭാഗത്തുള്ള തെറപ്പിസ്റ്റുകളെ കോച്ചുകളെ കേരളത്തിൽ മാത്രമല്ല അല്ല ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്, ആരോടെങ്കിലും തുറന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ബിക്കമിങ്ങിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ കോച്ച് നിങ്ങൾക്ക് വേണ്ടി അവിടെ റെഡിയാണ്. നമുക്ക് ഓൺലൈനായിട്ട് എവിടെ നിന്നും സർവീസ് എടുക്കാം. UK ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു വലിയൊരു ലൈറ്റ് ആണ് അശ്വതി ഇപ്പം അവർക്ക് നേരെ അടിച്ചിരിക്കുന്നത്. കാരണം UK പോലും നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും അവർക്കൊരു ആരോടെങ്കിലുമൊക്കെ നമുക്കൊരു ഡിപ്രഷനൊക്കെ കൂടി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത അവസരത്തിൽ നമ്മളിങ്ങനെ ആരോടെങ്കിലും തുറന്ന് സംസാരിക്കണം. അശ്വതി പറഞ്ഞ അതേ വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. തുറന്ന് സംസാരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യണം. എങ്ങനെയാണ് അവരൊന്ന് കോൺടാക്ട് ചെയ്യുക ആൾക്കാരെ? നമുക്ക് ബിക്കമിങ്ങിന് ഒരു ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുവഴി കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കുള്ളതൊരു നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്. അറിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽസ് തരാം, വേണമെങ്കിൽ വീഡിയോയുടെ കൂടെ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ പേര് പറയാൻ പറ്റുമോ? ഇറ്റ്സ് ബിക്കമിങ് എന്നാണ്, its_becoming എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അതാണ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഹാൻഡിൽ. അപ്പൊ അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സർവീസുകളായിരിക്കും വേണ്ടത്. ചിലർക്ക് കോച്ചിങ് ആയിരിക്കും, ചിലർക്ക് പ്രോപ്പർ കൗൺസിലിംഗ് ആയിരിക്കും, ചിലർക്ക് തെറാപ്പിയിലേക്ക് പോകേണ്ട കേസസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ ആദ്യം ഇനീഷ്യലി അനലൈസ് ചെയ്തിട്ട് വേണ്ട സർവീസിലേക്ക്
ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ആളുകളൊക്കെ. തിരിച്ച് വീണ്ടും എന്താണ് ഈ ടെലിവിഷനിൽ ഞങ്ങൾക്കൊന്ന് ഒരു അവതാരകയായിട്ടൊക്കെ ഉടനെ എന്തെങ്കിലും അങ്ങനെ പ്ലാൻസ് ഉണ്ടോ? അങ്ങനെ അതിപ്പോ നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ. നമുക്ക് പറ്റുന്ന ഒരു ഷോ വരുമ്പോ വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഈ അടുത്ത കാലത്തൊക്കെ വന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള സെയിം പാറ്റേണിലുള്ള ഷോസ് ആണ്. അപ്പൊ അതിനകത്ത് പുതുതായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ടും പിന്നെ ഇപ്പൊ ഈ ബിക്കമിങ്ങിൽ ഞാൻ കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള സെഷൻസും അതിനൊക്കെ വേണ്ടിയിട്ട് സമയം കൂടുതൽ മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യുന്ന വിചാരിച്ചു. പിന്നെ ഇപ്പൊ അടുത്ത മാസം ഒരു സിനിമ റിലീസ് ആവാനുണ്ട്. സൈജോ കുറിപ്പിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത്. ഫ്ലാസ്ക് എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ അത് അടുത്ത മാസം. അത് കണ്ട് അശ്വതിയെ സപ്പോർട്ട് ചെയ്യണം. ഫ്ലാസ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അശ്വതിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വളരെ വ്യത്യസ്തമായ ടൈറ്റിലുകളാണ് ബുക്കുകൾക്കൊക്കെ എഴുതിയിരിക്കുന്നത്. ടാ ഇല്ലാത്ത മിഠായികൾ, മഴയുറുമ്പുകളുടെ നാട്, ഇങ്ങനെയൊക്കെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള, അത് എന്തെങ്കിലും അതിന്റെ ഒരു ഡീറ്റെയിലേക്ക് ഒന്ന്? അങ്ങനെ ചോദിച്ചാൽ ഞാനത് ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് ഇടുന്നതല്ല. സംഭവം നമ്മള് ഓരോ നിലയ്ക്ക് നമ്മൾ വന്നു ചേരുന്നതാണല്ലോ. അതുകൊണ്ട് അങ്ങനെ പർപ്പസ്ഫുള്ളി അങ്ങനെ വെറൈറ്റി എന്ന് വിചാരിച്ചിട്ടൊന്നും ഇടുന്നതല്ല. പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പുസ്തകത്തിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ എഴുതി വെക്കാമെന്നുണ്ടെങ്കിൽ ആ പേരിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ആദ്യമായിട്ട് മിഠായില്ലാത്ത മിഠായി എന്ന് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഈ മിഠായിക്ക് ഏറ്റവും മധുരം നൽകുന്ന ഠ എന്നുള്ള വാക്കാണ്. അതില്ലെങ്കിൽ ആ വാക്കിന്റെ അർത്ഥമില്ലാതായി പോകും. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത് എന്നെ കണക്ട് ചെയ്ത് അങ്ങനെയാണത്. ഠാ ഇല്ലെങ്കിൽ ആ മിഠായിക്ക് ഒരു മധുരമില്ല എന്നൊരു തോന്നൽ എനിക്ക് വരാറുണ്ട്. അതിന്റെ വേറൊരു പെർസ്പെക്റ്റീവാണ് പുസ്തകത്തിൽ സംസാരിക്കുന്നത്. അതായത് നമ്മള് കുഞ്ഞിലെ നമ്മൾ മുട്ടായി എന്ന് പറയാം, അതിലൊരു ഇന്നസെൻസ് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടെ വലുതായി ഭയങ്കര മലയാളമൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സമയത്താണ് നമ്മള് മിഠായി എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പോഴേക്കും നമ്മുടെ ഇന്നസെൻസ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ മുട്ടായിക്ക് വേണ്ടി കരയുന്ന, അല്ലെങ്കിൽ മുട്ടായിയെ കുറിച്ച് സംസാരിക്കുന്ന ആ പ്രായത്തിലുള്ള ഓർമ്മകളും ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി നോക്കി കാണുന്ന തരത്തിലുള്ള കഥകളും കോർത്തിട്ടുള്ള ഒരു പുസ്തകമാണത്. അതുകൊണ്ടാണ് ഠാ ഇല്ലാത്ത മിഠായി. ഠാ വന്നു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ സീരിയസ് ആയി. അതാണ് അതൊരു വ്യത്യാസമായിട്ട് പറയാനുള്ളൊരു കാര്യം. ഇനി അതുപോലുള്ള പുതിയ പുസ്തകങ്ങളുടെ, അത് നേരത്തെ പറഞ്ഞതുപോലെ ടെലിവിഷൻ പരിപാടി മറ്റുള്ളവരുടെ തീരുമാനമാണ്, പുസ്തകം എഴുതുക എന്നുള്ളത് അശ്വതിയുടെ മാത്രം തീരുമാനമാണ്. അപ്പൊ അതിലെന്തെങ്കിലും നമുക്ക് മുമ്പോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു? അതെ, തീർച്ചയായിട്ടും ഒരു പുസ്തകം ഇങ്ങനെ പണിപ്പുരയിലാണ്. ഈ വർഷം അവസാനത്തോടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ആ കോച്ചിങ്ങിനെ കുറിച്ചാണ്. വേൾഡ് വൈഡ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ UK നിന്നൊക്കെ ക്ലയൻസുകൾ ഉണ്ടോ? UK ഒരുപാട് ക്ലയൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് കോച്ചിങ് സർവീസിന് വരുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിസ്റ്റുകളുടെ ഒരു ടീമുണ്ട് നമുക്ക്. അവർ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനകത്ത് കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടാവുന്ന നമുക്കൊരു സാഹചര്യമായിട്ട്, ഒരു പുതിയ രാജ്യമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു ഫേസ് കൂടെ ഗോ ത്രൂ ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. പിന്നെ അവരുടേതല്ലാത്ത തരത്തിലുള്ള പല ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ, ഫാമിലി ഇഷ്യൂസ് ഒരുപാടുണ്ട്. കുട്ടികളായിട്ടാണെങ്കിലും നമുക്ക് ഇവിടെ ആകുമ്പോൾ, നമ്മൾ വേറൊരു രാജ്യത്തെത്തി കഴിയുമ്പോൾ വാല്യൂ സിസ്റ്റം ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടു വളർന്നത്, ഈ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഒന്ന് നമ്മുടെ കുട്ടികൾ അഡാപ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടികളായിട്ട് കോൺഫ്ലിക്റ്റ് വരാം. ഇവരെങ്ങനെ ഗൈഡ് ചെയ്യണം എന്ന് അറിയാതിരിക്കുക. അത്ര ഇങ്ങനെയുള്ള കേസസ് ആണ് നമുക്ക് കൂടുതലും. രണ്ട് കുട്ടികളുടെ അച്ഛനാണ് ഞാൻ. ഈ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ പറയുന്ന ഭാഷയും ഞാൻ പറയുന്ന ഭാഷയും തമ്മിൽ ഒരിക്കലും മാച്ച് ചെയ്ത് പോകാത്ത ഒരുപാട് അവസ്ഥകളുണ്ട്. ഞാൻ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്. ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഭവം, ഇതൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കത് പറ്റുന്നില്ല. കാരണം ജോലിയുടെ തിരക്കുകളും വീട്ടിലെ പ്രശ്നങ്ങളും അതൊക്കെ കഴിഞ്ഞ് നാട്ടിലെ പ്രശ്നങ്ങളും എല്ലാം കൂടെ മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കാനുള്ളൊരു സമയമോ സാവകാശം, അതിനപ്പുറം ക്ഷമയോ ഇല്ലാത്തൊരവസ്ഥയുണ്ട് പല പേരൻസിനെ സംബന്ധിച്ചോളം. അപ്പം അത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാന്നുള്ളതിനപ്പുറത്ത് കുട്ടികൾ എന്തൊക്കെയാ പോകുന്നെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്നത് ശരിയും അവരെ നമ്മൾ കറക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു പെർസ്പെക്ടീവ് അല്ലേ? മൊബൈൽ ഉപയോഗത്തെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അതെന്താണ്, അതെന്തുകൊണ്ടാണ് എന്നുള്ളത്. അതായത് ഈ മൊബൈൽ ഉപയോഗത്തെ കുറിച്ച് ഞാൻ കുട്ടികളോട് പറയുമ്പോൾ അവർ പറഞ്ഞ, അച്ഛന്റെ കാലത്ത് മൊബൈൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് അച്ഛൻ ഉപയോഗിച്ചില്ല.
അപ്പൊ പിന്നെ എന്റെ കാലത്ത് മൊബൈലുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു. ഇതിന് എനിക്ക് മറുപടി പറയാൻ എനിക്ക് വാക്കുകളില്ല. ശരിയാണ് അവർ പറയുന്നത്. കാരണം ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ കൊച്ചു കുട്ടികളായിരിക്കും, ഞങ്ങൾ കുട്ടിയും കൊല്ലം കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതും വോളിബോൾ കളിക്കാൻ പോകുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. പക്ഷേ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഒരുപക്ഷെ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടും അവർക്ക് ലോകം അവരുടെ വിരൽത്തുമ്പിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടും ഒക്കെ അവർക്ക് ഒരുപാട് അവസരങ്ങളാണ് കിട്ടുന്നത്. പക്ഷെ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളിങ്ങനെ ഫോൺ തോണ്ടിക്കൊണ്ടാണ് കുട്ടീനോട് എടുത്ത് മാറ്റി വെക്കടാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും അതെ അശ്വതി ഇടയ്ക്കിടയ്ക്ക് തണുത്ത് പറയുന്നത്. ഒരുപക്ഷെ UK-യിലുള്ള നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു പക്ഷേ ഒരു നോർമലായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അശ്വതി നാട്ടിൽ നിന്ന് വന്നതായതുകൊണ്ടും ജാക്കറ്റ് ഒന്നും ഇല്ലാതെ നിൽക്കുന്നത് കൊണ്ടും അശ്വതി അധികം ഈ തണുപ്പത്ത് നിർത്താൻ ഉദ്ദേശിക്കില്ല. പക്ഷെ ഞങ്ങളുടെ സമ്മറാണിത് എന്ന കാര്യം അശ്വതി മറന്നു പോകരുത്. നമുക്ക് ഐസിന്റെ പുറത്ത് നമുക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്ത് നമുക്ക് പോവാം. താങ്ക് യു അശ്വതി, ഒരുപാട് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സോ അനദർ എപ്പിസോഡ് ഓഫ് ഇമോഷൻസിൻ്റെ നമ്മളുടെ ഹാർട്ട് ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡ് നമ്മളിവിടെ പൂർത്തിയാക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.